ഈ 5 വിഭാഗം ആളുകൾ സിഹിറിനെ തൊട്ടും പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥയെ തൊട്ടും ഭയപ്പെടേണ്ട. ഈ 5 വിഭാഗം ആളുകൾക്ക് സിഹിർ ഏൽക്കൂല. പിശാച് അവരെ ദേഹത്തേക്ക് കയറുക പോലും ചെയ്യില്ല. നമ്മുടെ ശരീരത്തെ സിഹിറിനെ തൊട്ടും പൈശാചികമായിട്ടുള്ള ഈ ഉപദ്രവങ്ങളെ തൊട്ടും ഒരു വലയം തീർക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള അമൽ, അത്ഭുതകരമായിട്ടുള്ള സൂറത്ത്. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 5 വിഭാഗം ആളുകളെ പറ്റിയാണ്. ഈ 5 വിഭാഗം ആളുകൾക്ക് ഒരിക്കലും സിഹിർ ഏൽക്കൂല. ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും അവർക്ക് ഏൽക്കൂല. മൂർത്തികളെ പ്രയാസങ്ങള്, സിഹിർ പോലുള്ള കൂടാത്രങ്ങള്, കണ്ണേറ് പോലുള്ള നാപ്പലം പോലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് അവർക്ക് ജീവിതത്തിൽ ഏൽക്കൂല. ഏതാണ് 5 വിഭാഗം ആളുകൾ? അത് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് സിഹിർ ഏൽക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങുകയാണ്, ശത്രുക്കൾ ധാരാളമുണ്ട്. തങ്ങളെ ഭർത്താവിന് ധാരാളം ശത്രുക്കളുണ്ട്. ഭർത്താവ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാണ്, കച്ചവടത്തിലേക്ക് ഇറങ്ങാണ്. ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? സിഹിർ, മറ്റുള്ളവരുടെ സിഹിർ ഏൽക്കാതിരിക്കാൻ, കണ്ണേർ ഏൽക്കാതിരിക്കാൻ, നാപ്പലങ്ങൾ ഏൽക്കാതിരിക്കാൻ ഭർത്താവ് എപ്പോഴും കൂടെ പിടിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്, മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നവർ, വിളിക്കുന്നവരുണ്ട്. എൻ്റെ ശരീരത്തിനും മക്കളെ ശരീരത്തിലും ഭർത്താവിൻ്റെ ശരീരത്തിലും ഞങ്ങളെ കുടുംബത്തിൽ സിഹിർ ഏൽക്കരുത്. സിഹിർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇതൊന്ന് ബാത്തിലാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിളിച്ച് നിരന്തരമായിട്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട്, സ്ഥിരമായിട്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അമല്, അത്ഭുതകരമായിട്ടുള്ള സൂറത്തുകൾ, മന്ത്രങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പരിപൂർണമായി പറയുന്നുണ്ട്. മജ്ലിസിനെ പരിപൂർണമായി കണ്ടാൽ ഈ 5 വിഭാഗം ആളുകൾ ആരൊക്കെയാണ്, ഇതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിലെങ്ങനെ ഈ 5 വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാം, ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, തങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വന്ന സിഹിറുകൾ, അത് പറയുന്ന സമയത്ത് ധാരാളം ആളുകളാണ് വിളിക്കുന്നത്. തങ്ങൾ പറയുന്ന ആ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളെപ്പോഴും പിണക്കങ്ങളാണ്, ഞങ്ങളെപ്പോഴും കലഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇത് സിഹിർ കൊണ്ടാണോ എന്തോ ഞങ്ങൾക്കറിയില്ല, ഇതൊന്ന് നോക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് സങ്കടങ്ങൾ അറിയിക്കുന്നവര്, അങ്ങനെ വലിയ വലുതായുള്ള പ്രയാസങ്ങൾ, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്നവര്, അങ്ങനെ ധാരാളം ആളുകൾ സ്ഥിരമായി നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. അല്ലാഹു നമ്മുടെ സകല പ്രയാസങ്ങൾ അല്ലാഹു നീ മാറ്റി നൽകണം. അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം. അല്ലാഹ് ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബാത്തിലാക്കി നൽകണം. അല്ലാഹ് ഇതിനൊക്കെ വലിയൊരു ഇബ്താലിയത്ത്, ഒരു ബാത്തിലിയത്ത് അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ, നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ നമുക്ക് ആദ്യം ഏതാണ് 5 വിഭാഗം ആളുകൾ? സിഹിർ ഏൽക്കാത്ത 5 വിഭാഗം ആളുകൾ. ഇവർക്കൊരിക്കലും സിഹിർ ഏൽക്കൂല, ഇവർക്കൊരിക്കലും സിഹിർ ഏൽക്കൂല. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവർക്ക് ഒരിക്കലും ഏൽക്കൂല. ഒന്നാമത്തെ വിഭാഗം അവർ നിസ്കരിക്കുന്നവരാണ്. 5 വഖത്ത് നിസ്കരിക്കുന്നവർ. എങ്ങനെയുള്ള നിസ്കാരമാണ്? വൈലുല്ലിൽ മുസല്ലീൻ, അങ്ങനെയുള്ള നിസ്കാരമല്ല, ആർക്കോ വേണ്ടിയുള്ള നിസ്കാരമല്ല. വൈലെന്ന നരകം അത് നിസ്കരിക്കുന്നവർക്കാണ്. അതെങ്ങനെ നിസ്കാരമാണ്? ആർക്കോ വേണ്ടിയുള്ള നിസ്കാരം, എന്തിനോ വേണ്ടിയുള്ള നിസ്കാരം, അങ്ങനെയല്ല. യഖീനോടുകൂടി, ഉറപ്പോടുകൂടി അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് നിസ്കരിക്കുന്നവർക്ക്, ഈമാനുള്ളവർക്ക് സിഹിർ ഏൽക്കൂല. അപ്പൊ എല്ലാവരും സംശയമാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹിർ ഏറ്റില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിലൊക്കെ.
മുത്തുനബിക്ക് സിഹറേറ്റില്ലേ? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ. നിസ്കാരം കാലിൽ നീര് വെട്ടുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിരുന്നു. മുത്തുനബിക്ക് സിഹർ ഏറ്റു. അത് എന്തിനു വേണ്ടിയായിരുന്നു? അത് നമ്മൾ പഠിക്കണം. സിഹർ എന്നുള്ളത് ഹക്കാണ്, അത് സത്യമാണ്. അത് സത്യമാണ് എന്നുള്ള തെളിവിന് വേണ്ടി ഇതിലൂടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് സിഹർ എന്നുള്ളത് ഉണ്ട് എന്ന് അള്ളാഹു ഉറപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനുള്ള മന്ത്രവും അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സൂറത്തുൽ മുഅവ്വിദത്തൈൻ, 2 സൂറത്തുകളാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഒറ്റ സമയത്ത് 2 സൂറത്തുകളാണ് അള്ളാഹു ഇറക്കിയത്, മുഅവ്വിദത്തൈൻ. ഇതുകൊണ്ടാണ് മുത്തുനബിയെ മന്ത്രിച്ചത്. ഇപ്പൊ സിഹറുണ്ട്, അതിന് മന്ത്രിക്കണം, അത് ബാത്തിലാക്കണം എന്ന് നമുക്ക് അതിലൂടെയാണല്ലോ നമുക്ക് പഠിച്ചത്. അതൊരു പാഠമായിരുന്നു. അത് മുത്തുനബിക്ക് വന്നൊരു പാഠമായിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു. അതിൽ നമുക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾ നിസ്കരിക്കുന്ന ഇബാദത്തുമായി മുന്നോട്ട് പോകുന്ന, ഖളാ ആവാത്ത രീതിയിൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് സിഹർ ഏൽക്കൂല. സിഹർ ഏൽക്കൂല. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഉണ്ടാവൂല. ആർക്കോ വേണ്ടിയുള്ള നിസ്കാരമല്ല കേട്ടോ, ആർക്കോ വേണ്ടിയുള്ള നിസ്കാരമല്ല. ഉറപ്പോടുകൂടി നിസ്കരിക്കുന്ന ഒരാൾക്ക്, ഈമാനുള്ള ഒരാൾക്ക് സിഹർ ഏൽക്കൂല. സിഹർ എന്ന് പറയുന്നത് എന്താണ്? പിശാചിനെ കൊണ്ടുവന്ന് നമ്മളെ ഉപദ്രവിക്കലാണ്. നിസ്കരിക്കുന്ന ഒരാൾക്ക്, ഇബാദത്തുമായി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിശാച് അവന്റെ ശരീരത്തിൽ കയറുക? പിശാച് അവന്റെ ശരീരത്തിൽ എങ്ങനെയാണ് കയറല്? ഇത്ര മൂർത്തികൾ എങ്ങനെയാണ് കയറ്റാൻ കഴിയുക? ഒരിക്കലും കയറൂല. ആ മൂർത്തികൾക്ക് അവിടെ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ആ മൂർത്തികളെ കയറ്റാൻ സാധ്യമാവുക? ഒരിക്കലും സാധ്യമാവൂല. രണ്ടാമത്തെ വിഭാഗം കേട്ടോ, നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുള്ള ആളുകൾ, കളങ്കമില്ലാത്ത മനസ്സുള്ള, നല്ല മനസ്സിന് ഉടമയായവർ, അവർക്കൊരിക്കലും സിഹർ ഏൽക്കൂല. നിസ്കാരമുണ്ട്, ദിക്റുകളുണ്ട്, നല്ല മനസ്സിനുടമയാണ്. അങ്ങനെ ഒരാൾക്ക് സിഹർ ഏൽക്കൂല. മൂന്നാമത്തെ വിഭാഗം ആള്, സൂറത്തുൽ ബഖറയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ എപ്പോഴും സൂറത്തുൽ ബഖറയെ പാരായണം ചെയ്യുന്നവർ. ഒരു ദിവസം സൂറത്തുൽ ബഖറയെ പരിപൂർണമായി ഓതുന്നവന് എന്നല്ല, ഒന്നവരുണ്ടാവാം. അല്ലാഹുവിനെ സ്വീകരിക്കണം, അല്ലാഹ് കബൂലാക്കണം, അല്ലാഹ് അതിൽ നിന്ന് അല്പമെങ്കിലും ഓതുന്നവര്, ആയത്തുൽ കുർസിയെ പതിവാക്കുന്നവര് പറ്റും. അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് എപ്പോഴും പതിവാക്കുന്നവർക്ക് സിഹർ ഏൽക്കൂല. അല്ലെങ്കിൽ അവസാനത്തെ 3 ആയത്ത്, ആമൻ റസൂൽ വരുന്ന അവസാനത്തെ 3 ആയത്തിനെ പതിവാക്കുന്നവർക്ക് സിഹർ ഏൽക്കൂല. നിങ്ങൾ നോക്ക്. നിങ്ങളൊരു കച്ചവടം തുടങ്ങാണ്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാണ്, സൂറത്തുൽ ബഖറയെ പാരായണം ചെയ്തോ. ഭർത്താവിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു, ഇതും നഷ്ടപ്പെടാനില്ല. ഇത് നഷ്ടപ്പെട്ടാൽ നിങ്ങളെ കിടപ്പാടം വരെ പോകും. നിങ്ങളെ വലിയ ഭയത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. സൂറത്തുൽ ബഖറയെ പാരായണം ചെയ്യും. എപ്പോഴും ഫുൾ ഓതാൻ സമയമില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും, ആയത്തുൽ കുർസി, അല്ലെങ്കിൽ ആദ്യത്തെ 7 ആയത്തുകൾ, അല്ലെങ്കിൽ 102-ാമത്തെ ആയത്ത്, അല്ലെങ്കിൽ അവസാനത്തെ 3 ആയത്തുകൾ പതിവാക്ക്. സിഹർ ഏൽക്കൂല. എൻ്റെ മുഅ്മിനീങ്ങളെ, അവന്റെ ശരീരത്തിലോ, അവന്റെ കച്ചവട സ്ഥാപനത്തിലോ, അവന്റെ ബിസിനസ് സ്ഥാപനത്തിലോ, അല്ലെങ്കിൽ അവന്റെ മക്കളിലോ, അവന്റെ ഭാര്യ സന്താനങ്ങളിലോ സിഹർ ഏൽക്കൂല. നമുക്ക് മഹാന്മാര് പഠിപ്പിക്കുന്നതാണ്. ഇത് എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നതല്ല. നമുക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ട് പറയാൻ. പക്ഷേ നമ്മുടെ അറിവിൽ നിന്നല്ല നമ്മൾ പറയേണ്ടത്, മഹാന്മാർ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. കിതാബിൽ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 4-ാമത്തെ ആള്, നല്ല മനക്കരുത്തുള്ള ആള്, ധൈര്യമുള്ള ആള്. അവനെ എവിടേക്കും കൊണ്ടുപോകാൻ വെക്കാൻ പറ്റും. ഏത് രാത്രിയിലും, നട്ടപ്പാതിര രാത്രിയിലും നടക്കും, അവൻ എങ്ങോട്ടും പോകും. അങ്ങനെ ധൈര്യമുള്ള ആള്, നല്ല മനക്കരുത്തുള്ള ആള് സിഹർ ഏൽക്കൂല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയും കാണാൻ സാധ്യമല്ല. നല്ല മനക്കരുത്തുണ്ടാവുമ്പോ ഒരു പിശാചും അവന്റെ ശരീരത്തിലേക്ക് വരില്ല.
പിശാച് അവന്റെ ശരീരത്തിലേക്ക് വരൂല. മുഅ്മിനീങ്ങളെ, അതിലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു പിശാച് എടുക്കൂല. ഉമർ തങ്ങളുടെ അടുത്തേക്ക് ഒരു പിശാച് എടുക്കൂല. ഒരിക്കൽ ഉമർ തങ്ങൾ നിസ്കാരത്തിനായിട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്. ജമാഅത്തിന്റെ സമയമായി. അപ്പൊ പിശാച് വന്ന് ശല്യം ചെയ്തതാണ്. എവിടുന്നാണ് ഈ കയ്യിൽ നിന്നാണ്, ഈ കയ്യിൽ ഒറ്റ അടിച്ചിട്ട് പറഞ്ഞു, ഇത് എവിടുന്നാണ് ശബ്ദം ഉണ്ടായത്? പിശാച് പറയാണ് ഉമർ തങ്ങളോട്, ഈ കയ്യിൽ നിന്നാണോ? മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഒറ്റടി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ എവിടുന്നാ ശബ്ദം ഉണ്ടായത്? ഇപ്പൊ എവിടുന്നാണ് ശബ്ദം കേട്ടത്? എന്റെ കവിളിൽ നിന്നാണോ എന്റെ കയ്യിൽ നിന്നാണോ? അതോടുകൂടി പിശാച് പോയി, ഓടി രക്ഷപ്പെട്ടു. ഉമർ തങ്ങളുടെ അടുത്തേക്ക് പിശാച് അടുക്കൂല. എന്തായിരുന്നു? ധീരമായിരുന്നു, നല്ല ധൈര്യമായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പിശാച് അടുക്കൂല. നല്ല എപ്പോഴും നമുക്ക് ധൈര്യം ഉണ്ടാവണം. ഏതൊരു വിഷയത്തിനെയും ധൈര്യമായി നമ്മൾ സ്വീകരിക്കണം, ധൈര്യമായി നമ്മൾ സമീപിക്കണം. നല്ലൊരു പിശാചും നമ്മുടെ അടുത്തേക്ക് അടുക്കൂലെന്ന് നിങ്ങൾ അവൻക്ക് സിഹറേൽക്കൂല. എപ്പോഴും ദുർബലമായിട്ടുള്ള മനസ്സിനുടമയുള്ളവരും ദുർബലമായിട്ടുള്ള മനസ്സിനുടമുള്ള ആളുകൾക്ക് സിഹർ പോലുള്ള പൈശാചികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഏൽക്കൊള്ളൂ. അവരെ ശരീരത്തിലേക്ക് കയറ്റിവിടാൻ സുഖാണ്, എളുപ്പമാണ്. വൈഫായിട്ടുള്ള എപ്പോഴും സംശയങ്ങൾ അതെനിക്കതാണ്, അങ്ങനെയാണ്. വൈഫായിട്ടുള്ള നല്ല ദുർബലമായിട്ടുള്ള മനസ്സിനുടമുള്ളവർ അവർക്ക് പെട്ടെന്ന് സിഹർ ഏൽക്കും. അവർക്ക് ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ പെട്ടെന്ന് ഏൽക്കുന്നതാണ്. നല്ല ധൈര്യമുള്ള ആൾക്ക് ഒരിക്കലും സിഹർ ഏൽക്കില്ല. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ അല്ലാഹുൽ ഭരമേൽപ്പിക്കുന്നവർ, എല്ലാം അല്ലാഹുൽ ഭരമേൽപ്പിക്കുന്നവർ, അവർക്ക് സിഹർ ഏൽക്കില്ല. എന്തു പ്രയാസം വന്നാലും ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, നന്മയും ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നൊരു വിശ്വാസത്തോടെ, ഒരു യഖീനോടെ, ഒരു ഉറപ്പോടെ നിൽക്കുന്ന ആൾക്കാർ സിഹർ ഏൽക്കൂല. ഇങ്ങനെയുള്ള ഉറപ്പുണ്ടെങ്കിൽ സിഹർ ഏൽക്കൂല, നിങ്ങളെ ഏൽക്കൂല. അപ്പൊ എപ്പോഴും നമുക്ക് എന്താണ്? ഒരു യഖീൻ, ഒരു ഉറപ്പുണ്ടാവണം. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ സിഹർ ഏൽക്കൂല. ഒരു പിശാചും അവനെ കൊള്ള വരൂല. അവനക്ക് എത്ര വിട്ടാലും, എത്ര ഉപദ്രവങ്ങൾ വിട്ടയച്ചാലും അത് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ 5 വിഭാഗം ആളുകൾ, ഈ 5 വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. എപ്പോഴും പതിവാക്കേണ്ട സൂറത്തുകൾ സിഹർ ഏൽക്കാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി എപ്പോഴും പതിവാക്കിയാൽ സിഹർ ഏൽക്കൂലെന്ന് മുത്തുനിങ്ങൾ. അവന്റെ പരിസരത്തൂടെ സിഹർ ഏൽക്കൂല. ആയത്തുൽ കുർസി എപ്പോഴും പതിവാക്കണം. സിഹർ വന്നിട്ടല്ല, സിഹർ വരുന്നതിന് മുമ്പ് ഒരു കാവലായിട്ട്, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത്, പിന്നീട് സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്ത് കാല മൂസാ മാജിഅത്തും ബിഅസ്ർ എന്ന ഈ ഒരു ആയത്ത്, പിന്നീട് സൂറത്തുൽ മുസമ്മിൽ എപ്പോഴും പതിവാക്കണം. ഒരു മുസീബത്തും, അപകട മുസീബത്തുകൾ, ബലാഅകൾ, ഇടങ്ങേറുകൾ ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ കൊള്ള കാവലാണ് സൂറത്തുൽ മുസമ്മിൽ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ഇടങ്ങേറുണ്ടാവില്ല. അത് സിഹറിൽ നിന്നായിക്കോട്ടെ, എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നായിക്കോട്ടെ, ഇടങ്ങേറിൽ നിന്നായിക്കോട്ടെ, അവനെ കൊള്ള വരൂലെന്ന് മുഅ്മിനീങ്ങളെ സൂറത്തുൽ മുസമ്മിൽ. പിന്നെ നമ്മൾ പതിവാക്കേണ്ടത് യാസീൻ കഴിഞ്ഞിട്ടുള്ള സൂറത്തു സ്വാഫാത്ത്, അതെപ്പോഴും പതിവാക്കാം. പിന്നീട് നമ്മൾ ഓതേണ്ടത് സൂറത്തു ശറഅ്, സൂറത്തുൽ സൽസല. പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ടത് സൂറത്തുൽ മസദ്, അതായത് തബ്ബത്ത്. പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ടത് സൂറത്തുൽ ഫലഖ്, നാസ്. ഇതൊക്കെ ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ ഓതിയാൽ ഈ സിഹറിൽ നിന്ന് വലിയൊരു കാവലുണ്ടാവും, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമുക്ക് ചുറ്റും ശത്രുക്കളാണ്. നമ്മൾ ഉയരുന്നതിൽ ശത്രുത വെച്ച് നടക്കുന്നവരുണ്ട്. അതിൽ പ്രയാസം ചെയ്യാൻ വേണ്ടി കാത്തു നടക്കുന്നവരുണ്ട്. അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ഇത്തരം കുതന്ത്രങ്ങളെ തൊട്ടെല്ലാം കാവല് കിട്ടാൻ ഈ ഒരു സൂറത്തുകൾ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊണ്ട് നടന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഹൈറായിട്ട് കുടുംബമൊത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, നമ്മളെ കച്ചവടവും നമ്മളെ ബിസിനസ്സുമായിട്ട് ഒരാളെ ഷെറില്ലാതെ നമുക്ക് റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയും. ഈ ഒരു ഇത്ര സൂറത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ
പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പതിവാക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, നീ ഭാഗ്യം നൽകണം അല്ലാഹ്. എപ്പോഴും ഒരു അമരും കൂടി പറയാം അല്ലേ? ബിസിനസ് ഒക്കെ നടത്തുന്ന ഭർത്താക്കന്മാരുണ്ടാവും, നല്ല ജോലിയൊക്കെ നടത്തുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അതിലൊരു കണ്ണേറ്, ഒരു സിഹർ ഏൽക്കാതിരിക്കാൻ നമുക്ക് കച്ചവടങ്ങളുണ്ട്, നമ്മളിങ്ങനെ പൊന്തി വരികയാണ്. മക്കൾ 2 ഗൾഫ് പോയി, ഭർത്താവ് ഗൾഫിലാണ്, ഞങ്ങളെല്ലാവരും ഗൾഫിലാണ്. അപ്പൊ അസൂയ മൂത്ത് നടക്കുന്ന ആളുകളുണ്ട്, നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അവരെ ശത്രുത ഒന്നും തട്ടാതിരിക്കാൻ എപ്പോഴും കുളിക്കുന്ന വെള്ളത്തിൽ പനനീരൊഴിക്കുക, എന്നിട്ട് സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്ത് അതിലേക്ക് ഇശ്വി എന്ന് മന്ത്രിക്കുക. പിന്നെ ഹിസ്ബുൻ നസ്ർ, അത് കാറിന്റെ ഏടിലൊക്കെ ഉണ്ടാവും. ഹിസ്ബുൽ ബഹർ ഉണ്ടാവും, ഹിസ്ബുൻ നസ്ർ ഉണ്ടാവും. അതിൽ ഹിസ്ബുൻ നസ്ർ പരിപൂർണമായി ഓതി വെള്ളത്തിൽ, ഈ വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കുക, മൂർത്താവ് മുതൽ ഒഴിക്കുക, ശരീരഭാഗം മുഴുവൻ ഒഴിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്താൽ എല്ലാ സിഹർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാവും. സിഹർ ആ ശരീരത്തിൽ സിഹർ ഉണ്ടെങ്കിൽ ബാത്തിലാവും. 41 ദിവസം ചെയ്താൽ മതി, വെറും 41 ദിവസം സിഹറിന്റെ ബാത്തിലാവും. സിഹർ ഒരിക്കലും ഏൽക്കൂല, അവനെ സിഹർ, അവനക്ക് സിഹർ ഏൽക്കൂല. ഒരു പിശാചും അവന്റെ ശരീരത്തിലേക്ക് കൂടി വരൂല, നിങ്ങളെ കൂടി വരൂല. ഇതൊക്കെ നമുക്ക് മുജറബായിട്ടുള്ള അമലാണ്. നമ്മൾ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിന്റെ ഉള്ളിൽ പറയുന്നതാണ്. കാരണം കുറേ കാലത്തെ എക്സ്പീരിയൻസ്, എത്രയോ ആളുകൾ, നിങ്ങൾ സിഹർ ചെയ്ത കുടുംബത്തിൽ 2-3 ആളുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ നിരന്തരമായി കാണുന്നതാണ്, അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ്, ഈ ഒരു മജ്ലിസിൽ തന്നെയാണ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ.